എന്താ പറയല്ലേ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അവര് പ്രസംഗിച്ചതിന് മറുപടിയായിട്ടാ പറഞ്ഞ എന്താ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കുറച്ച് നാളുകളായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതായത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് നടത്തിയ 3-ാം കേരള യാത്ര വളരെ ഗംഭീരമായി ജനലക്ഷങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് തിരുവനന്തപുരത്ത് സമാപിക്കുകയുണ്ടായി. ആ സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ചില നിലപാടുകൾ പറഞ്ഞിരുന്നു. നമുക്കറിയാം, ഈ യാത്ര തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഉസ്താദിന്റെ യാത്രയ്ക്ക് അഭിവാദ്യം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഉസ്താദിന്റെ യാത്രയുടെ സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നത് നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് മതവിഭാഗക്കാർ ഉസ്താദിനൊപ്പം ഈ യാത്രയിൽ പങ്കെടുത്തവരാണ്. കാരണം അവരൊക്കെ ഇവിടെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. ഉസ്താദ് മുമ്പോട്ട് വെച്ച പ്രമേയത്തിന്റെ ആ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ്. എന്താ, മനുഷ്യനെ മനുഷ്യനായി കാണുക. അതുപോലെ തന്നെ ഈ സമാപന സമ്മേളനത്തിൽ ചില ആളുകൾ ചില രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായാലും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായാലും ചില രാഷ്ട്രീയ കാര്യങ്ങൾ പറയുകയുണ്ടായി. അവർ വിചാരിച്ചത് അവര് ഇതുപോലെയുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ കുറച്ച് വോട്ടുകൾ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ആളുകൾ നമ്മോടൊപ്പം ചേരും എന്നുള്ളതായിരിക്കും. എന്നാൽ അവിടെ നിലപാടുകളുടെ രാജകുമാരൻ ഒരു നിലപാട് പ്രഖ്യാപിച്ചു. ഞാൻ അങ്ങനെ പറയാൻ കാരണം, നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയാൻ കാരണം, ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനും ഉസ്താദിനെ പോലെ നിലപാട് പറയാൻ കഴിയില്ല. കാരണം ആരെങ്കിലും ഇവിടെ നിലപാടുകൾ പറയുമ്പോൾ അവർക്ക് ഇടതോ വലതോ മുമ്പോ പിമ്പോ ഒന്ന് ചെരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരും. ഞാൻ പറയുന്നത് എന്റെ അണികൾക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയുമോ? അല്ലെങ്കിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ, ഞാനൊരു നിലപാട് പറഞ്ഞാൽ അത് ചില രാഷ്ട്രീയക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും എന്നോട് ദേഷ്യപ്പെടുമോ? ആർക്കെങ്കിലും എന്നോട് ദേഷ്യമുണ്ടാകുമോ? എന്റെ അണികൾ എന്നിൽ നിന്നും കൊഴിഞ്ഞു പോകുമോ? ഇതൊന്നും നോക്കേണ്ട ആവശ്യം ഉസ്താദിനില്ല. കാരണം ഉസ്താദ് പറയുന്ന നിലപാട് അത് ജനങ്ങളുടെ നിലപാടാണ്, മുസ്ലിമീങ്ങളുടേതെന്നല്ല, അല്ലെങ്കിൽ ഉസ്താദിന്റെ സംഘടനക്കാരുടേത് എന്നല്ല, ജനങ്ങളുടെ നിലപാടാണ്. ഇവിടെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, അത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നാവട്ടെ എവിടെ നിന്നാവട്ടെ, ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇവിടെ ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെതിരെ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് ഉസ്താദ്. ഇനി ഇവിടെ വല്ല നിയമങ്ങളും വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിയമമാണ് എന്ന് കണ്ടാൽ, അത് കേരളം ഭരിക്കുന്നവരിൽ നിന്നാവട്ടെ ഭരിച്ചവരിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നവരിൽ നിന്നാവട്ടെ എവിടെ നിന്നായാലും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു നിയമമാണ് എന്ന് കണ്ടാൽ അതിനെ നമ്മുടെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഉസ്താദിന്റെ നിലപാട് വളരെ വ്യക്തമായി പറയാൻ കെൽപ്പുള്ള ആർജവമുള്ള പണ്ഡിതനാണ് ഉസ്താദ്. അതുകൊണ്ട് ഉസ്താദിന് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഉസ്താദ് എന്താണ് ഇവിടെ പറഞ്ഞത്? ഇവിടെ രാഷ്ട്രീയക്കാരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോ ഉസ്താദ് ഒരൊറ്റ ഒരു വിഷയമാണ് പറഞ്ഞത്. ഇത് രാഷ്ട്രീയ പരിപാടി അല്ല, ഇത് രാഷ്ട്രീയം സംസാരിക്കേണ്ട വേദിയല്ല. അത് അത്ര ആർജവത്തോടെ പറയണമെങ്കിൽ അതിനുള്ള കഴിവ് വേണം. ഇവിടെ രാഷ്ട്രീയം പ്രസംഗിക്കേണ്ട വേദിയല്ല ഇത് എന്ന് ഉസ്താദ് പറയുമ്പോ ഉസ്താദ് ചിന്തിച്ചിട്ടില്ല അവർക്കൊക്കെ എന്നോട് ദേഷ്യം വരുമോ, അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്ന ആളുകൾക്ക് എന്നോട് ദേഷ്യമുണ്ടാകുമോ എന്നൊന്നും ഉസ്താദ് ചിന്തിച്ചിട്ടില്ല. കാരണം എന്താ, ഇത് രാഷ്ട്രീയം പ്രസംഗിക്കാൻ ഉണ്ടാക്കിയ ഒരു വേദിയല്ല, ഇത് ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ ഉണ്ടാക്കിയ വേദിയാണ്. നിങ്ങളൊന്ന് നോക്ക്, മറ്റ് ഏത് വേദികൾ ഉണ്ടാക്കിയാലും, അത് ആരുണ്ടാക്കിയാലും അവരുടെ എതിർ വിഭാഗത്തിനെ കുറിച്ച് കുറ്റം പറയും, ആരുണ്ടാക്കിയാലും. എന്നാൽ ഉസ്താദ് അല്ലെങ്കിൽ ഉസ്താദിന്റെ കീഴ് ഘടകങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന വേദികൾ ഒരാളെയും കുറ്റം പറയില്ല, കുറ്റം പറയൂല. കാരണം എന്താ, ഉസ്താദ് പഠിപ്പിച്ചത് അങ്ങനെയാണ്. നമ്മെ കുറ്റം പറയുന്ന ആളുകളെ തിരിച്ചു കുറ്റം പറയാൻ നിന്നാൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. മാത്രമല്ല, അത് നമ്മുടെ നിലപാടല്ല. നമ്മുടെ പൂർവികരായ ആളുകൾ അവരൊക്കെ ഈ കാര്യങ്ങൾ തരണം ചെയ്ത് വന്നവരാണ്. പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും, നേരായ വഴിയിലൂടെ പോകുമ്പോ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. നമ്മുടെ മശായിഖന്മാരായാലും സ്വഹാബത്തായാലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ആ യഥാർത്ഥമായ പാതയിൽ പോകുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണ്. അപ്പൊ അവരുടെ പാരമ്പര്യമാകുന്ന അൽ ഉലമാഉ വറസത്തുൽ അംബിയ എന്നല്ലേ,
ആ അമ്പിയാക്കന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് വരുന്ന പണ്ഡിതന്മാർ, യഥാർത്ഥ പണ്ഡിതന്മാർ, അവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. പല ആളുകളും പലതും പറഞ്ഞെന്ന് വരും. ചില ആളുകൾ ഈ കേരള യാത്ര കണ്ടിട്ട്, കാരണം കേരളം മൊത്തം ഇളക്കി മറിച്ചുകൊണ്ടാണ് യാത്ര പോയത്. ആ സമയത്ത് ഈ കേരള യാത്ര കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ട് ചില സമയത്ത് കിടന്നുറങ്ങിയപ്പോ കണ്ട സ്വപ്നമായിരിക്കാം, അറിയില്ല, നമുക്കൊന്നും പറയാൻ കഴിയില്ല. മൈക്ക് കെട്ടി പ്രസംഗിക്കുകയാണ്. ഉസ്താദ് പറഞ്ഞത്ര എനിക്ക് ഇതുവരെ തെറ്റുപറ്റി, ഇനി ഞാൻ ആ തെറ്റ് ആവർത്തിക്കുന്നില്ല. എന്താ പറയാ? ഇതിനൊക്കെ മറുപടി ഉണ്ടോ? ഇല്ല. കാരണം എന്താ? നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന, നമ്മൾ കേരളക്കര ഒന്നാകെ അതിൽ ഒരു സംഘടനയും വ്യത്യാസമില്ലാതെ ബഹുമാനിക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവറുകൾ പറഞ്ഞത് എന്താ? അന്ത അലൽ ഹഖ്. കാന്തപുരം ഉസ്താദിനോട് പറഞ്ഞത്, നീ സത്യത്തിന്റെ മേലിലാണ്, നീ സത്യത്തിലാണ് പോകുന്നുള്ളത്, നീ പേടിക്കേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ടവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രൂപത്തിൽ തന്നെയാണ് ഉസ്താദ് അന്നും ഇന്നും വരുന്നുള്ളത്. പിന്നെന്തിനാണ് ഉസ്താദിന് ഇങ്ങനെ പറയേണ്ട ആവശ്യം? ഒരിക്കലുമില്ല. ഉസ്താദിനെ കുറിച്ച് പച്ചക്കള്ളം പറയുകയാണ്, ഉസ്താദിനെ കുറിച്ച് പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അപ്പോ ഉസ്താദ് പറഞ്ഞ ആ ഒരു വാക്ക് നമുക്കൊന്ന് കേട്ടാലോ? ഈ സാഹോദര്യവും മതത്തിന്റെയും സ്നേഹത്തിന്റെയും പേരിലുള്ള ഒത്തുകൂടൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി ആരും കരുതരുത്. ഇത് രാഷ്ട്രീയത്തിന്റെ ഒരു സമ്മേളനം അല്ല. ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രീയവും ഇല്ലെന്ന് ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകർക്കും നല്ല പോലെ അറിയാം. എന്താ പറയല്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, അവര് പ്രസംഗിച്ചതിന് മറുപടിയായിട്ടാ പറഞ്ഞ എന്താ? ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയമില്ല, ഇത് രാഷ്ട്രീയം പറയേണ്ട വേദിയും അല്ല. നമ്മുടെ രാഷ്ട്രീയം എന്താ? ഉസ്താദിന്റെ നിലപാട്, നമ്മെ ആരാണോ സഹായിക്കുന്നത് അവരെ നിങ്ങൾ സഹായിക്കുക, അതാണ് നിലപാട്. ഇവിടെ ഇത്രത്തോളം നിലപാട് പറയണമെങ്കിൽ അതിനുള്ള കരുത്ത് വേണം, അതിനുള്ള ആർജവം വേണം. അതാണ് ഉസ്താദ് കാണിച്ചത്. അല്ലാതെ ഈ പറഞ്ഞ ആളുകൾക്ക് എന്നോട് ദേഷ്യം വരുമോ, അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്ന ആളുകൾ എന്റെ പുറകിലുണ്ടല്ലോ, എന്റെ അനുയായികളിലുണ്ടല്ലോ, അവര് എന്നിൽ നിന്നും വിട്ടുപോകുമോ, ഇങ്ങനെ ഒന്നും ഉസ്താദ് ചിന്തിച്ചില്ല. കാരണം ഉസ്താദിന്റെ അനുയായികൾ അല്ലെങ്കിൽ ഉസ്താദിന്റെ പിന്നിലുള്ള ആളുകൾ, അവർക്കറിയാം ആദ്യമായിട്ട് നമ്മുടെ പ്രസ്ഥാനമാണ്, അതിനുശേഷമാണ് രാഷ്ട്രീയമായാലും എന്ത് കാര്യമായാലും ആദ്യമായിട്ടുള്ളത് നമ്മുടെ സംഘടനയാണ്, അതിനുശേഷമേ ബാക്കിയുള്ള ഒന്നുള്ളൂ. ഇത് പറയാൻ ഇവിടെ എത്രത്തോളം ആളുകൾക്ക് കഴിയും? ഇതുപോലെ ഒരു നിലപാട് പറയാൻ, ഒരു യോഗം സംഘടിപ്പിച്ചിട്ട് ഇവിടെ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയം പറയരുത് എന്ന് ധൈര്യത്തോടെ പറയാൻ ആർക്കൊക്കെ കഴിയും? ഏതായാലും ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നിലപാടുകളുടെ രാജകുമാരൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ഓരോ നിലപാടുകളും അത് ഈ ഉമ്മത്തിന് എന്ന് മാത്രമല്ല, കേരള ജനതക്ക് എന്ന് മാത്രമല്ല, ഇന്ത്യൻ ജനതക്കടക്കം ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഉസ്താദ് നിലപാട് പറയാറുണ്ട്. അല്ലാഹു തആല ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഒരുപാട് കാലം ആ തണലിലായി ജീവിക്കാൻ നമുക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.